ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ട്രാവലറിന്റെ വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറെ കാലത്തിന് ശേഷം അടിപൊളി ഒരു വണ്ടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. PC ട്രാവൽ ഹബിന്റെ കാസിനോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജ് DCBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നും തുടങ്ങുന്ന പോലെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം നെയിം ബോർഡ് തുടങ്ങാം. നെയിം ബോർഡ് പിക്സൽ ആയിട്ടുള്ള നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബോർഡ് ആണ്. ഇത് രാത്രിയുള്ള വ്യൂ ഞാൻ എന്തായാലും കാണിച്ചു തരാം. PCന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ഒക്കെയാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. റൂഫ് ലാമ്പ് രണ്ട് സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലും അതുപോലെ തന്നെ ഈ ഒരു താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നൈസ് ആയിട്ടുള്ള ഒരു ആൻഡിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു രണ്ട് സൈഡിലും ബൗൺസിംഗ് ബോർഡിന്റെ ലൈറ്റിന്റെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് പറയുന്നത് ഈ ഒരു ബോണറ്റിന് മേലെയുള്ള റാപ്പാണ്. രണ്ട് ഡിഫറെന്റ് കളേഴ്സിലുള്ള അടിപൊളിയായുള്ള ഒരു റാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു വണ്ടിയിൽ കണ്ടിട്ടില്ല. ഇതിന് മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള ഒരു റാപ്പ് കണ്ടിട്ടുള്ളത്. പിന്നെ ആന്റിനാസ് ഒക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഗ്രിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഗ്രില്ലിന്റെ ഡിസൈനിങ്ങും അടിപൊളിയായിട്ടുള്ളൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ബെൻസിന്റെ ഒരു ബാഡ്ജിങ്ങും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കൂളിംഗ് ഗ്ലാസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതില് നിയോൺസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം വെച്ചാൽ കുറെ ഹിഡൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് രാത്രിയുള്ള വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇത് നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഫംഗ്ഷണൽ ആയിട്ട് രണ്ട് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു DRലൂടെ നല്ല അടിപൊളിയായിട്ടൊരു വെളിച്ചമുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത്ര ഒരു വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചം ആവശ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇവിടെയൊക്കെ നിയോൺസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ലിപ്പ് വന്നിട്ടുണ്ട്. ലിപ്പിലും നിയോൺസ് നമുക്ക് ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു റബ്ബർ സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും അടിപൊളിയായുള്ള രീതിയിലുള്ള ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ലിപ്പ് എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നൈസാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കും, നോട്ടീസ് ചെയ്യും. പിന്നെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ എന്തായാലും ഓർമ്മയുണ്ടാവും. പിന്നെ ഇതിന്റെ ക്യാപ്ഷൻ വന്നിരിക്കുന്നത് നോ റിസ്ക് നോ സ്റ്റോറി എന്നുള്ള ഒരു ക്യാപ്ഷനും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയുള്ള ഒരു വ്യൂവിൽ കാണിച്ചു തരാം. എന്തായാലും ഇത് നൈറ്റിലും കൂടെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മുൻഭാഗത്തെ ഡിസൈനിങ് ഓവറോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻഭാഗത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ഒരു കവർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റ് കണ്ട അതേ റാപ്പിന്റെ ഒരു ഡിസൈനിങ് ഇത് എവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പച്ചയും നേരെ മറുവശത്തുള്ള കളറാണ് നേരെ മറുവശത്തുള്ള മിററിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി മാർക്കിംഗ് ലാംപ്സ് കാണാൻ പറ്റും. ഇത് അവിടെയൊക്കെ ബോഡി മാർക്കിംഗ് ലാംപ്സ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ഓണറിന്റെ മോന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വിത്ത് QR കോഡാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നോർമലി കാണുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ AC മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിൽ ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ മൊത്തത്തിലുള്ള വശങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയ രീതിയിൽ തന്നെയാണ് ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ സ്കോർപിയോന്റേതായ രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോഷിന്റെ ആണ് വർക്ക് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇത് ഇവിടെ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ക്യാപ്ഷനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പോയിലറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ ഒരു ബാഡ്ജിങ്ങും സ്റ്റാമ്പിന്റെ രീതിയിലുള്ള സ്റ്റിക്കേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ലാഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് പിൻഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഓവറോൾ ഡിസൈനിങ് ഉള്ളത്. മിററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഈ മിറർ ഉള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ട് അതുപോലെ തന്നെ ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. നമുക്ക് നേരെ ഇനി ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു സീറ്റ് നമുക്കറിയാം, എല്ലാ ട്രാവലറിന്റെ സീറ്റ് മടക്കി വെക്കുന്ന രീതി തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അപ്പൊ നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു സീറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. 14 സീറ്റിന്റെ AC വണ്ടിയാണിത്. ഇതിൽ സീറ്റ് വരുവാണെങ്കിൽ ജോഷിന്റെ തന്നെ വർക്കിലുള്ള സീറ്റാണ്. ഇതിന്റെ നല്ലൊരു ഹീറ്റ് ഒന്നും ആവാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ, ഫാബ്രിക്കിന്റെ ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര ലോങ് യാത്ര ചെയ്തെങ്കിലും ഹീറ്റ് ആവില്ല. റെക്സിന് പോലെയല്ല. നമുക്കിത് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഇത് പോയവർക്കൊക്കെ അതിന്റെ ഒരു എഫക്റ്റ് അറിയായിരിക്കും. നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ രാത്രിയുള്ള വ്യൂ എന്തായാലും കാണിച്ചു തരാം. ഇത് അടിപൊളിയായ രീതിയിലുള്ള ഒരു ഡിസൈനിങ് പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ലൈറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ പോകുവാണെങ്കിൽ AC-യുടെ വെൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പയനിയറിന്റെ ആണ് സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. കോയാക്സിയൽ സ്പീക്കേഴ്സ് ആണ് പയനിയറിന്റെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സും സബൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ വോക്കൽ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വോക്കലിൽ അടിപൊളി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് അത് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല.
ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് മുന്നിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ടി വി കാണാൻ പറ്റും. ടി വിന്റെ രണ്ട് സൈഡിലായിട്ട് എ സി സെറ്റ് ചെയ്തിട്ടുണ്ട്. എ സിന്റെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവർ ക്യാബിൻ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് ക്യാബിൻ. അതിന്റെ സീറ്റ് നല്ല അടിപൊളിയായിട്ട് തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഡ്രൈവറിന്റെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഓരോ ഇതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുഖം മൂടി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫോഴ്സിന്റെ രീതിയിലുള്ള സ്റ്റിയറിംഗ്, അതിന് സ്റ്റിയറിംഗ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനും ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ആംറസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മടക്കി വെക്കാൻ രീതിയിൽ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് നോക്കുവാണെങ്കിൽ ഗ്ലാസിന്റെ രീതിയിലുള്ള ഒരു ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വോക്കൽ ഉണ്ട്. വോക്കലിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതാണ് നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് വോക്കൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സബും കാര്യങ്ങളും സ്പീക്കറും ഒക്കെ അടിപൊളിയായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം ലൈറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ ചാർജിങ്ങിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. സാധാരണ കാണുന്ന രീതിയിൽ USB അല്ല, ഡയറക്റ്റ് പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻവേർട്ടറിന് ഡയറക്റ്റുള്ള കണക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലഗിൻ്റെത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ സാധാരണ മൊബൈൽ ചാർജറിനെ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ധാരാളം ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ്സിന്റെ ഒക്കെ ഈ ഒരു ഇപ്പൊ കാണുമ്പോൾ ഒരു നോർമൽ ആയിട്ടാണ് തോന്നുക, കാരണം എല്ലാം ഓഫ് ചെയ്തിട്ടാണുള്ളത്. രാത്രി ആകുമ്പോൾ ഇതിന്റെ വ്യൂ വേറെ ലെവലാണ്. ഇത് സ്മോക്കും കാര്യങ്ങളും ലൈറ്റും അതുപോലെ പിക്സല് അങ്ങനെ നെയിം ബോർഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഒരു നൈറ്റുള്ള വ്യൂ കൂടി ഞാൻ ആഡ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ AC വണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാൻസും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. AC യും നോൺ AC ആയിട്ട് ഇത് ഓടാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടും. പിന്നെ കസ്റ്റമൈസ് ആയ രീതിയിലുള്ള ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വശത്ത് നോക്കുകയാണെങ്കിൽ വേറെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഇതിന്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ പകലിലുള്ള വ്യൂ ഒക്കെ കണ്ടു. ഇനി രാത്രിയിലുള്ള ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ രീതിയിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ മുൻഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെയിം ബോർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത് കാണിച്ചു തരാം. ഈ രീതിയിലാണ് നെയിം ബോർഡ് വരുന്നത്. പിക്സലിൻ്റെയാണ് നെയിം ബോർഡ്. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൗൺസിങ് ആയിട്ടുള്ള രണ്ട് സൈഡിലും ബൗൺസിങ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ ഇതിൻ്റെ ഹോണിന് കവറായിട്ട് ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിയോൺസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇതാണ് മുൻഭാഗത്തെ ലുക്ക് വരുന്നത്. ഫോഗ് ലാമ്പ് ഈ ഒരു ഓറഞ്ച് കൂടാതെ വൈറ്റ് ഉണ്ട്. ആ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ആണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൂവിൻ്റെ ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഗ്ലാസ്സിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴത്തേക്കൊക്കെ റെഡിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് റണ്ണിങ്ങിലൊന്നും ഇടുന്നതല്ല, ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി ഏതെങ്കിലും പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ കയറി ഇടുമ്പോൾ മാത്രമാണ് ഇത് സാധാരണ ഓണാക്കാറ്. അല്ലെങ്കിൽ ഓട്ടത്തിൽ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു ഇത് ചെയ്യാറില്ല. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് പിൻഭാഗത്തെ ലൈറ്റിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ രാത്രിയുള്ള ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ രീതിയിലാണ് വെളിച്ചത്തിന് വേണ്ടിയുള്ള ലൈറ്റ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. ആദ്യം നമുക്ക് നെയിം ബോർഡ് നോക്കാം. നെയിം ബോർഡ് ഓണാക്കിക്കോ, എല്ലാം ചരവരെ ഓണാക്കിക്കോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് നെയിം ബോർഡിൻ്റെ ഡിസൈൻ വരുന്നത്. റൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാസിനോവ എഡിഷൻ നെയിമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. അതിൽ തന്നെ പിക്സലും കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് ടൈപ്പ് പിക്സൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഇതും വന്നിട്ട് ഡോട്ട് ലേസറും കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഓണാക്കാൻ പറയാം. ഡോട്ട് ലേസറും കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇത് സ്മോക്ക് വന്നു കഴിഞ്ഞാലാണ് അടിപൊളിയായിട്ട് ഉണ്ടാവുക. പിന്നെ മേളിലൊരു ഇതുണ്ട്, ലേസറുണ്ട്, അതും ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി വരുന്നത് മേളിൽ പിക്സൽ വരുന്നുണ്ട്. അവിടെ പിക്സലും കൂടെ ഇതേ ഈ രീതിയിലാണ് പിക്സൽ ഓൺ ആക്കി കഴിഞ്ഞാൽ വരുന്നത്. ഇത് വോയിസിന് അനുസരിച്ച് മാറുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട്, അതായത് പാട്ടൊക്കെ വെക്കുമ്പോൾ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ നല്ലൊരു ആംബിയൻസും കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് സ്മോക്കും കൂടി അടിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ് വരിക. പക്ഷേ സ്മോക്ക് അടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം. ഒന്ന് ഹീറ്റ് ആവണം, ആ ഒരു മെഷീൻ ഒന്ന് ഹീറ്റ് ആവണം. അതിനുവേണ്ടി നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 7 മിനിറ്റോളം അതൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സ്മോക്കിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്. സ്മോക്കും കൂടി ഇട്ടുമ്പോഴാണ് ലൈറ്റിൻ്റെ എഫക്റ്റ്, അതായത് ഈ ഒരു ഡോട്ട് ലേസറിൻ്റെ എഫക്റ്റ് കറക്റ്റ് അറിയാൻ പറ്റുക. ഡോട്ട് ലേസറിൻ്റെ എഫക്റ്റ് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇതാണ്ടോ, അതായത് ആ നെയിം ബോർഡിന് മേലെയുള്ള ഡോട്ട് ലേസറിൻ്റെ റിഫ്ലക്ഷനാണ് ഇതിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് രാത്രിയുള്ള ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. സാധാരണ നമ്മൾ ഓടിച്ചു നോക്കാറില്ല, പക്ഷേ ഇതൊന്ന് ഓടിച്ചു നോക്കുന്നുണ്ട്. ഇതിന്റെ സീറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റൊക്കെ ഡ്രൈവർ സീറ്റ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു PC ട്രാവൽ ഹബിന്റെ കാസിനോവയുടെ വിശേഷങ്ങളുള്ളത്. ഇതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ അതുകൂടാതെ ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതുകൂടാതെ കൂടുതൽ സീറ്റ്സും എല്ലാ സീറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.